അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളായ മനുഷ്യർക്ക് ഭൂമിയിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സ്ഥാപനമാണ് പള്ളി എന്നുള്ളത്. പള്ളിയുമായിട്ടുള്ള ബന്ധം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവവായു പോലെ തന്നെ പ്രധാനമാണ്. ഹദീസിൽ കാണാം, പള്ളിയിലേക്ക് കടന്നു വരുന്ന മുസ്ലിം, പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന മുഅ്മിൻ വെള്ളത്തിലേക്ക് പ്രവേശിച്ച മത്സ്യത്തെ പോലെയാണ്. പള്ളിയുമായി ബന്ധമില്ലാത്ത മുഅ്മിൻ, അല്ലെങ്കിൽ പള്ളിയുമായി മുഅ്മിനല്ലാത്ത മുനാഫിഖിന്റെ കപട ഇസ്ലാം പേറുന്ന മനുഷ്യരുടെ ബന്ധം കരയിലേക്ക് എടുത്തിടപ്പെട്ട മത്സ്യത്തെ പോലെയാണ്. അതിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും, കുതറിക്കൊണ്ടിരിക്കും, തെന്നി മാറിക്കൊണ്ടിരിക്കും, എങ്ങനെങ്കിലും കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുന്നതിനു വേണ്ടി. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് പള്ളിയുമായിട്ടുള്ള ബന്ധം. പള്ളിയുമായിട്ടുള്ള ഒരു മുസ്ലിമിന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ കരയിലേക്ക് എടുത്തിടപ്പെട്ട മത്സ്യത്തെ പോലെ അവന്റെ മനസ്സും ശരീരവും ഒക്കെ വല്ലാതെ പിടയ്ക്കും, വല്ലാതെ വെപ്രാളപ്പെടും. കാരണം നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തൊരു ജീവിതം ജീവിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ എങ്ങനെ അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കും? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അള്ളാഹുവിനെ നമ്മളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب ددي يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور. അല്ലാഹു തആല ആകാശഭൂമികളെ തീയില്ലെങ്കിലും എണ്ണയില്ലെങ്കിലും പ്രകാശിക്കുന്ന പ്രകാശം പോലെ ആണ് അല്ലാഹു തആല എന്ന് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു, എവിടെയാണ് അല്ലാഹു, എവിടെ നിന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രകാശം, ഹിദായത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയാൻ അല്ലാഹു തആല തുടങ്ങുന്നു. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ. ഭൂമിയിൽ ചില ഭവനങ്ങളുണ്ട്, ഭൂമിയിൽ ചില കെട്ടിടങ്ങളുണ്ട്. അദിനല്ലാഹു അൻ തുർഫഅ, അതിനെ ആദരിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ, അതിനെ സേവിക്കാൻ, അതിൽ മര്യാദ കാണിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. വയുദ്കറ ഫീഹാ ഇസ്മുഹു, അവിടെ അല്ലാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടും. അവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമസ്കാരം നിലനിർത്തും, നടത്തപ്പെടും. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ, പ്രത്യേകിച്ച് പ്രഭാതത്തിലും വൈകുന്നേരത്തിലുമുള്ള സുബഹിയുടെയും മഗ്രിബിന്റെയും പ്രാർത്ഥന ജമാഅത്തായിട്ട് നടത്തപ്പെടുന്ന പള്ളികളായ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ് നിങ്ങൾക്ക് ഹിദായത്തും അല്ലാഹുവിന്റെ പ്രകാശവും ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. ആ പള്ളികളിലേക്ക് വരുന്ന ചില പുരുഷന്മാർ, ചില മനുഷ്യരുണ്ട്. അവർ ആ പള്ളികളിലേക്ക് സ്ഥിരമായി വരുന്നവർ, അതിനെ ആദരിക്കുന്നവർ, അതുമായി ബന്ധം നിലനിർത്തുന്ന ആളുകൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അവരുടെ കച്ചവടവും ഉദ്യോഗവും ഒന്നും തന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് അവനെ സ്മരിക്കുന്നതിന് അവർക്ക് തടസ്സമാവുകയില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവർ ആദരവോടുകൂടി നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട അല്ലാഹുവിന്റെ വീടുകളിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ? അവരുടെ മനസ്സിൽ ഭയമുണ്ട്. ഹൃദയങ്ങളും കണ്ണുകളും ഭയത്തിന്റെ പേരിൽ മുകളിലേക്ക് കലങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഖിയാമത്തിനെ കുറിച്ച്, മഹ്ശറയെ കുറിച്ചുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് അവർ ആദരവോടുകൂടി പള്ളിയിലേക്ക് വരുന്നത് എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി അവരുടെ ജീവിതത്തിൽ അവർക്ക് നിർബന്ധമായും പള്ളിയുമായി ബന്ധമുണ്ടായിരിക്കണമെന്ന് പലതരത്തിൽ നമ്മളോട് പറയുന്നു.
നാളെ ആഖിറത്തിൽ അല്ലാഹു തആല പ്രത്യേകം ആദരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അവൻ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം കാണാതായാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ അന്വേഷിച്ച് അവരുടെ വീടുകളിലേക്ക് വരുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പള്ളിയിലേക്ക് സ്ഥിരമായി വരുന്ന, പള്ളിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ രോഗിയായി കിടന്നുപോയാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ വീടുകളിലേക്ക് വരും. അവന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവന്റെ വിഷയം അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ ചെന്ന് അവതരിപ്പിക്കും. അള്ളാഹു അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരോടുള്ള ആദരവിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. സ്ഥിരമായി പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിലെ കുറ്റികൾ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഹദീസിൽ അങ്ങനെ പ്രയോഗം നടത്തിയ ആളുകൾ മരിക്കുന്ന സമയത്ത് ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ പള്ളിയിലെ അവൻ സ്ഥിരമായി നമസ്കരിക്കാൻ വേണ്ടി ഇരുന്നിരുന്ന സ്ഥലം തേങ്ങുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും വെറുക്കപ്പെട്ടതുമായ സ്ഥലം ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർക്ക് ദൈവിക സന്ദേശം കൊണ്ട് കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം നേരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി ചോദിച്ചിട്ട് വന്നിട്ട് പറയുന്നു, നബിയെ, അള്ളാഹു അറിയിച്ചു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത പള്ളികളാണ്. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ബഹളങ്ങൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും പരസ്പരമുള്ള വഴക്കുകൾ കൊണ്ടും പോർവിളികൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന അങ്ങാടികളാണ് അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഏൽപ്പിക്കുന്നു. വേറെ ഹദീസിൽ കാണാം, ആരെങ്കിലും ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം പണിഞ്ഞാൽ നാളെ അള്ളാഹു തആല അതിന് പകരമായി സ്വർഗത്തിൽ അള്ളാഹു തആല അവന് അതേപോലത്തെ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണ് പള്ളികൾ. അള്ളാഹു തആല ലോകത്തെ ആദ്യത്തെ പ്രവാചകൻ ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തആല അള്ളാഹുവിന്റെ ഭൂമിയിൽ ആദ്യത്തെ ഭവനമായ കഅബ ഇവിടെ നിർമ്മിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് മക്കയിൽ കഅബയുണ്ട്, പള്ളിയുണ്ട്. അതിനുശേഷം മദീനയിലേക്ക് അവിടെ നിന്ന് തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നാട് വിട്ടു പോകുന്ന സമയത്ത് മദീന എത്തുന്നതിന് മുമ്പേ ഒരാഴ്ചത്തോളം മദീനയുടെ അതിർത്തിയിലുള്ള ഒരു പ്രദേശത്ത് താമസിച്ചു. ഒരാഴ്ച താമസിക്കുന്ന സമയത്ത് നാട് വിട്ടോടുകയാണ്. പുറകെ അവര് വരുമോ, ശത്രുക്കൾ വരുമോ, തന്നെ കൊല്ലുന്നതിന് വേണ്ടി എല്ലാ സ്ഥലത്തും ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പേടിയുടെയും ഭയത്തിന്റെയും ഒക്കെ സാഹചര്യത്തിലും മദീനയുടെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് ഒരാഴ്ച വെളിയിൽ താമസിക്കേണ്ട വന്നപ്പോ ആ ഒരാഴ്ചയും ഒരു മുസ്ലിമിന് പള്ളിയുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവിടെയും ഒരു പള്ളി നിർമ്മിച്ചു. നമ്മൾ ഇന്ന് പോയാൽ കാണാം മസ്ജിദ് ഖുബ. മസ്ജിദ് ഖുബ എന്ന് പറഞ്ഞ മദീനയുടെ അതിർത്തിയിൽ ഒരു പള്ളിയുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്ന ആളുകൾ അവിടെ പോകാറുണ്ട്. ആ പള്ളി ഒരാഴ്ച മദീനയുടെ അതിർത്തിയിൽ താമസിച്ചപ്പോ, ഒരാഴ്ച വീട്ടിൽ നമസ്കരിച്ചാ പോരെ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ഒരു മുസ്ലിമിന് പള്ളിയുമായിട്ടുള്ള ബന്ധം അത്രമേൽ പ്രധാനമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം മദീനയിലേക്ക് വരുന്നു. കയ്യിൽ യാതൊരു സമ്പത്തുമില്ല, ഒന്നുമില്ലാതെ സകലതും ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് നാട് വിട്ടു വന്ന മനുഷ്യരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളിൽ അധിക ആളുകളും തങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പേ മദീനയിൽ നമ്മൾ ഇനി കാണുന്ന മസ്ജിദുൽ നബവി നിർമ്മിച്ചു. അതിനുവേണ്ടി പട്ടിണിക്കാരായി, നാടോടികളായി, നാട് വിട്ട് അഭയാർത്ഥികളായി ഓടി വന്ന മനുഷ്യർ അവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന സകലതും ചെലവഴിച്ച് മദീനയിൽ ഒരു പള്ളി നിർമ്മിച്ചതിനും കാലങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കാൻ സ്വന്തമായ ഒരു വീട് നിർമ്മിക്കുന്നത്. അത്രമേൽ മുസ്ലിമീങ്ങൾക്ക് പ്രധാനമാണ് പള്ളി എന്നുള്ളത്. വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എത്ര വൃത്തിയായി ആ വീട്ടിലെ മൂത്രപ്പുരയിൽ ഇടുന്ന ടൈൽസിന്റെ വില പോലും നമ്മളൊന്നും പള്ളിയുടെ പല കാര്യങ്ങൾക്കും പലപ്പോഴും നൽകാറില്ല. മഹാന്മാരായ ഇമാമിങ്ങള് പള്ളിയുമായി ബന്ധപ്പെട്ട സഹാബാക്കളിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ എഴുതുന്നുണ്ട്, ഒരു മനുഷ്യൻ
ജീവിതത്തിൽ അവന്റെ മനസ്സിനും ശരീരത്തിനും പള്ളിയുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അന്ത്യം മോശമായി പോകാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ അല്ലാഹു തആല സ്വന്തം ഭവനമെന്ന് നമ്മളെ പഠിപ്പിച്ച പള്ളി, സ്വന്തം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ വീട്ടിൽ പോയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അള്ളാഹു ഇരിക്കുന്ന സ്ഥലമെന്ന അർത്ഥത്തിലല്ല. മറിച്ച് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യവുമായി വരുന്ന മനുഷ്യരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കും. വഴിയിൽ നിന്ന് ചോദിച്ചാൽ കൊടുക്കാത്തത് പലപ്പോഴും നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് നമ്മൾ കൊടുക്കും. അല്ലാഹു തആല നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത് നമ്മളുമായി നല്ല അടുപ്പമുള്ള ആളുകളെ ആയിരിക്കും, വലിയ അടുപ്പമുള്ള ആളുകളായിരിക്കും വീട്ടിൽ വരുന്ന ആളുകൾ. അല്ലാഹു തആല അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി പള്ളികളെ അല്ലാഹു തആല നിശ്ചയിച്ചു. അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന് പഠിപ്പിച്ചു. താബിഈങ്ങളെ കാണാം, അവർ പറയുന്നുണ്ട്, അദ്റക്തു 70 മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ 70-ലധികം സഹാബാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അള്ളാഹുവിന്റെ വീട്ടിൽ പോകുന്നത് പോലെ തന്നെ പള്ളിയെ ആദരിച്ചിരുന്നു. നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര ആദരവോടെ, എത്ര വൃത്തിയോടെ, എത്ര സൂക്ഷ്മതയോടെ, എത്ര ബഹുമാനത്തോടെ നമ്മൾ നിൽക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരോടും കൽപ്പിച്ചു അവരവര് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാനും ആ പള്ളികളെ വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കുന്നതിനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ നിർദ്ദേശിച്ചു വിടുമായിരുന്നു. ഒരു നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് ദീനിന്റെ, ഹിദായത്തിന്റെ, ഈമാനിന്റെ കേന്ദ്രമായ അള്ളാഹുവിനെ ലഭിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞ പള്ളികൾ സ്ഥാപിക്കലും അത് അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന ആദരവോടുകൂടി തന്നെ അതിനെ കൈകാര്യം ചെയ്യലും അതിനെ സൂക്ഷിക്കലും. അവിടെ പാലിക്കേണ്ട മര്യാദകളും വിശദമായി ഹദീസുകളിൽ കാണാം. നമ്മളൊക്കെ പള്ളിയിൽ വരാറുണ്ട്. അല്ലാഹു തആല പള്ളിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ഫീ ബുയൂത്തിൻ, ചില പള്ളികളാണ് നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം. അതിനല്ലാഹു അൻ തുർഫഅ, അവിടെ ആ സ്ഥലത്തെ ബഹുമാനിക്കാൻ, അവിടെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ, അവിടെ ബഹളം വെക്കാതിരിക്കാൻ അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇത് ആദ്യം ഒരു വാണിംഗ് സിഗ്നലായിട്ട് എഴുതി വെച്ചിട്ടാണ് പിന്നെ പള്ളിയിൽ വരാനും നിസ്കരിക്കാനും പറയുന്നത്. നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ, ചില ഈ റൈഡുകളിലൊക്കെ കയറുന്ന സമയത്ത്, ഈ പാർക്കിലൊക്കെ പോയി അവിടെ വാണിംഗ് സിഗ്നലായിട്ട് എഴുതി വെക്കും, ഹൈ പ്രഷർ ഉള്ളവർ കയറാൻ പാടില്ല, ഗർഭിണികൾ കയറാൻ പാടില്ല, ഇത്ര വയസ്സ് കഴിഞ്ഞവര് ചില അതിൽ കയറാൻ പാടില്ല, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ചില അസുഖങ്ങളുള്ള ആളുകൾ കയറാൻ പാടില്ല എന്ന് പ്രത്യേക വാണിംഗ് വെക്കും. ആ വാണിംഗ് വെക്കുന്നത് അങ്ങനത്തെ ആളുകളിൽ കയറിയാൽ കയറാതിരിക്കുന്നതിനേക്കാൾ അപകടമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് വാണിംഗ് ബോർഡുകൾ, സൈനുകൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിക്കുന്നു. നമ്മളുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഏറ്റവും കുറഞ്ഞവൻ മോശക്കാരനായി കണക്കാക്കുന്ന മനുഷ്യനെയാണെങ്കിലും അവനെയും അല്ലാഹു പള്ളിയിലേക്ക് വിളിക്കുന്നു. പക്ഷെ വിളിക്കുന്നതിന് മുമ്പ് സകലരുടെയും മുമ്പിൽ, സൗദി രാജാവ് മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള പൗരൻ എന്ന് മനുഷ്യരെ കണക്കാക്കുന്ന മനുഷ്യന്റെയും മുമ്പിൽ അല്ലാഹു തആല ഒറ്റ വാചകം പറഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് വിളിക്കുന്നത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, ബഹളം വെക്കാൻ, സംസാരിക്കാൻ, ഒറ്റയുണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാൻ, വഴക്കിടാൻ, തമ്മിലടിക്കാൻ ഇതിന്റെ ഉള്ളിൽ പറ്റുകയില്ല. അതിന് സാധിക്കുന്നവർക്ക് മാത്രം ഉള്ളിലേക്ക് കയറാം. അല്ലാത്തവർ കയറിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അതിനേക്കാൾ നാശമായിരിക്കും, നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഈ സ്വഭാവത്തോടുകൂടി ഉള്ളിലേക്ക് കയറിയാൽ. കാരണം ഇത് അള്ളാഹുവിന്റെ വീടാണ്. ഈ വീട്ടിലേക്ക് വരുമ്പോ, പള്ളിയിലേക്ക് കയറുമ്പോ നബിതങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം ചോദിച്ചിട്ട് ഞാൻ ഇതാ ഉള്ളിലേക്ക് കയറുന്നു. ദാനം വാങ്ങാൻ വന്നവൻ, ഭിക്ഷയെടുക്കാൻ വന്നവൻ അള്ളാഹുവിന്റെ മുമ്പിൽ യാചിച്ച് തന്റെ ഇഹലോക പരലോക വിജയങ്ങൾ ദാനമായി വാങ്ങുന്നതിന് വേണ്ടി കൈനീട്ടാൻ വന്നവൻ, യാചകൻ ആരുടെ മുമ്പിലാണോ യാചിക്കാൻ വന്നത് അയാളുടെ വീട്ടിൽ വന്ന് എന്ത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും ബഹളം വെക്കുകയോ ഒച്ചയുണ്ടാക്കി സംസാരിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ യാചകനോട് യാചന കൊടുക്കാൻ നിൽക്കുന്ന മുതലാളിയുടെ സമീപനം? അതിനല്ലാഹു അൻ തുർഫഅ, ചില വീടുകളാണ് ഭൂമിയിൽ ഹിദായത്തിന്റെ കേന്ദ്രങ്ങൾ. ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വാണിംഗ് സിഗ്നലായി ഒന്നാമതായി അല്ലാഹു പറയുന്നു, ഇതിന്റെ ഉള്ളിൽ ഒച്ച വെക്കാൻ, ബഹളം വെക്കാൻ, സംസാരിക്കാൻ ഇത് അല്ലാഹുവിന്റെ വീടാണ് എന്ന് മറന്നുപോയി അതിന്റെ മാന്യതയില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ നിങ്ങൾക്കൊരാൾക്കും അനുവാദമില്ല. അത് സമ്മതിക്കുന്നവൻ മാത്രം ഉള്ളിലേക്ക് കയറുക. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്ന്
അള്ളാഹുവിന്റെ വീടായി സഹാബാക്കൾ കണ്ടിരുന്ന, നമ്മൾ എത്ര വലിയ ആളുകളുടെ മുമ്പിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും പോയി ബഹളം വെക്കുകയില്ല. ബഹളം വെച്ചാൽ പിന്നെ പറയണ്ട. മാന്യതയില്ലാത്ത സംസാരം സംസാരിച്ചാൽ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ ആണ് നമ്മളെങ്കിൽ, സ്വന്തം ഓഫീസിലാണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് തന്നെ പറയും. ആ കടക്ക് പുറത്ത് എന്ന് അള്ളാഹു എന്നെങ്കിലും എന്നോടും നിങ്ങളോടും പള്ളിയുടെ ഉള്ളിലെ നമ്മളുടെ സമീപനത്തിന്റെ പേരിൽ പറഞ്ഞു പോയാൽ ആ പറച്ചിൽ പിന്നെ ഒരിക്കലും തിരിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത ആഴക്കയത്തിലേക്ക് മുങ്ങുന്നത് പോലെ ആയിരിക്കും അള്ളാഹുവിന്റെ അങ്ങനത്തെ പറച്ചിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ നീ പള്ളിയിലേക്ക് വരണ്ട, വരാത്തതിന്റെ പ്രശ്നം മാത്രം അനുഭവിച്ചാൽ മതി, അതിന്റെ അടി മാത്രം കൊണ്ടാ മതി. അതല്ല, നീ വന്നിവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിന്റെ കാര്യം എനിക്ക് നേരെ പറയാൻ സാധിക്കുകയില്ല എന്ന തരത്തിൽ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു വെച്ചിട്ടാണ് നാം ഓരോരുത്തരെയും പള്ളിയിലേക്ക് വിളിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സഹാബാക്കൾ പള്ളിയുടെ ഉള്ളിൽ എന്ത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും അവരുടെ ശബ്ദം ഉയരുമായിരുന്നില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ വീടാണ്. ഒരു പ്രായമായ ബദവിയായ ഗ്രാമീണനായ ഒരു അറാബി ഒരിക്കലും പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചു. അറിയില്ലായിരുന്നു അയാൾക്ക്. അങ്ങനത്തെ ആദിവാസി എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ അപരിഷ്കൃതരായ അറേബ്യൻ നാട്ടിലെ ബദവികൾ, അവരിൽ ഒരാൾ പള്ളിയിൽ മൂത്രമൊഴിക്കുമ്പോ ഈമാനിന്റെ പേരിൽ അള്ളാഹുവിന്റെ വീട്ടിലാണോ ഇത് ചെയ്യുന്നത് എന്ന ധാർമ്മികമായ ചോദ്യത്തിന്റെ പേരിൽ സഹാബാക്കൾ അവർക്ക് നേരെ പാന്നടിച്ചു. പള്ളിയുടെ മഹത്വം അറിയുന്ന അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തുജ്രിമു, വിരട്ടരുത് നിങ്ങൾ, അദ്ദേഹത്തെ വിടുക. മൂത്രമൊഴിച്ച് പകുതിയായി എന്താണെങ്കിലും ഇടയ്ക്ക് വെച്ച് വിരട്ടിയാൽ അസുഖം വരും. ലാ തുജ്രിമു, പള്ളിയുടെ ഉള്ളിൽ നിന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചതിന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തോട് ബഹളം വെച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ പള്ളിയോടുള്ള മഹത്വവും ബഹുമാനവുമാണെങ്കിൽ ഹരീഖു അലൈഹി സിജ്ലം മിനൽ മാ, ഒരു തൊട്ടി വെള്ളം കൊണ്ടുവന്നത് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് വെളിയിൽ വിളിച്ചു കൊണ്ടുപോയി പറയണം, ഇത് അള്ളാഹുവിന്റെ വീടാണ്, ഇതിവിടെ ചെയ്യരുത്. നമ്മുടെ പള്ളിയിലൊക്കെ ആണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മൂത്രമൊഴിക്കില്ല. പള്ളിയിൽ നമസ്കാരത്തിൽ നിസ്കാരത്തിന്റെ ഇടയിൽ ആരോ ചുമച്ചപ്പോ അൽഹംദുലില്ലാഹ് ഉറക്കെ പറഞ്ഞ് പള്ളിയിൽ വലിയ ബഹളമായി. ആ സഹാബി, ആ അറാബിയായ മനുഷ്യൻ പറയുന്നുണ്ട്, സഹാബാക്കളിൽ പലരും അവര് കൈകൊണ്ട് ഇങ്ങനെ അടിച്ചു മിണ്ടാതിരിക്കുക എന്ന് കാണിക്കാൻ. ഞാൻ നമസ്കാരത്തിന്റെ ഇടയിൽ കണ്ണിങ്ങനെ കൊണ്ട് നോക്കുന്നുണ്ട്. സലാം വീട്ടുമ്പോ അവരെല്ലാവരും കണ്ണ് ഉരുട്ടി എന്നെ നോക്കി പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കഴിയട്ടെ, നിനക്ക് കാണിച്ചു തരാമെന്ന ചിന്തയിൽ നമസ്കാരത്തിന്റെ ഇടയിൽ ഒച്ചയുണ്ടാക്കി അറിയാതെ. പക്ഷേ സഹാബാക്കളുടെ ആ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഞാനൊരു മുഖം കണ്ടു. അത് അള്ളാഹുവിന്റെ റസൂലിന്റേതായിരുന്നു. എന്നെ അടുത്തേക്ക് വിളിച്ചു, എന്നെ വരട്ടാൻ, പള്ളിയിൽ ബഹളം വെച്ചതിന് എന്നെ ചോദ്യം ചെയ്യാൻ കാത്തുനിന്ന സഹാബാക്കളുടെ മുമ്പിൽ എന്റെ തോളിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഹാദിഹി സലാത്തുൻ ലാ യസ്ലിഹു ഫീഹി ശൈഉൻ മിൻ കലാമിൻ നാസ്, ഇത് പള്ളിയാണ്, ഇത് നമസ്കാരമാണ്, ഇവിടെ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കരുത്, ബഹളം വെക്കരുത്. ആ സഹാബി, ആ അറാബിയായ മനുഷ്യൻ പറയുന്നുണ്ട്, വല്ലാഹി മാ റഅയ്തു മുഅല്ലിമൻ ഖൈറൻ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഹ്സന മിൻഹു ബഅദഹു വഖബ്ലഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പള്ളിയിൽ ബഹളം വെച്ചതിന് എന്നെ വഴക്ക് പറയാൻ നിന്ന സഹാബാക്കളുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി മാന്യമായി കാര്യം പറഞ്ഞു തന്ന ആ മുഹമ്മദ് റസൂലുള്ളയേക്കാൾ അതിനു മുമ്പും ശേഷവും എന്റെ ജീവിതത്തിൽ മികച്ച ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. പള്ളിയുടെ ഉള്ളിൽ ബഹളം വെക്കുന്നവനെ നിയന്ത്രിക്കുന്നവനെ പോലും നിയന്ത്രിക്കുന്ന സമയത്ത് നമ്മളുടെ ഒച്ച ഉയരാൻ പാടില്ല. സഹാബാക്കൾ, താബിഈങ്ങൾ, അവരുടെ സംഭവങ്ങൾ കാണാം, അവരുടെ നിലപാടുകൾ കാണാം. പള്ളിയുടെ ഉള്ളിൽ പ്രസംഗിക്കുമ്പോൾ, ദീനിയായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ശബ്ദം ഉയർത്താൻ പേടിയായിരുന്നു. ഈ രൂപത്തിൽ ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ് പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കാര്യങ്ങളെ വിലക്കി പള്ളിയിൽ. അന്നത്തെ കാലത്തൊക്കെ വേട്ടക്കാരായിരുന്നു, അമ്പുമായിട്ടാണ് പള്ളിയിൽ വരുന്നത്. എപ്പോഴും അവരുടെ കയ്യിൽ അമ്പും വില്ലും ഒക്കെ കാണും. ജീവിതത്തിന്റെ സാഹചര്യം അങ്ങനെ ആയതിന്റെ പേരിൽ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ വില്ലുകൾ കൊണ്ടുവരരുത്. ആരെങ്കിലും യാത്രക്കാരനായി പള്ളിയിൽ ഇറങ്ങേണ്ടി വന്നു, അവന്റെ കയ്യിൽ വില്ലുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് വരെ അതിന്റെ കൂർത്ത ഭാഗം മുറുകെ തന്നെ പിടിച്ചുകൊള്ളണം കൈകൊണ്ട്. കാരണം വരുന്ന ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അള്ളാഹുവിന്റെ അതിഥിയായി വീട്ടിലേക്ക് വരുന്നവനെ ഉപദ്രവിക്കുന്നവനെ പോലെയാണ്. അതുകൊണ്ട് ആരെങ്കിലും അബദ്ധത്തിൽ അമ്പും വില്ലുമായി വന്നാൽ അവരതിന്റെ കൂർത്ത ഭാഗം മുറുക്കി പിടിച്ചു തന്നെ നിൽക്കുമായിരുന്നു. ഇന്ന് അമ്പിനേക്കാൾ കൂർത്ത കൊണ്ട് മുറിഞ്ഞാൽ ഒരു വാക്സിൻ എടുത്താലും മാറാത്ത അത്ര മൂർച്ചയും നീളവുമുള്ള നാക്കുമായിട്ടാണ് നമ്മളിൽ പലരും പള്ളിയിലേക്ക് വരുന്നത്.
ആ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അതിഥികളായി പള്ളിയിലേക്ക് വന്ന ആരുടെയെങ്കിലും മനസ്സിനെ മുറിവേൽപ്പിക്കാൻ നമ്മളുടെ ആയുധമായ നാക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്ത് സമാധാനം പറയും? ജന്നിബു സിബിയാനക്കും വമജാദീനക്കും മസാജിദക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ വകതിരിവില്ലാത്ത കുട്ടികളെയും ഭ്രാന്തന്മാരെയും പള്ളിയിൽ കൊണ്ടുവരരുത്. കാരണം അവര് പള്ളിയുടെ മഹത്വം മനസ്സിലാക്കാതെ പള്ളിയുടെ ഉള്ളിൽ ഒച്ച വെക്കും. ഒച്ച വെക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഭ്രാന്തന്മാരെയും കുട്ടികളെയും കൊണ്ടുവരരുത് എന്ന് നബിതങ്ങൾ പറഞ്ഞത്. നമ്മൾ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തും, എന്നിട്ട് ഭ്രാന്തില്ലാത്ത നമ്മൾ ഭ്രാന്തന്മാരെക്കാൾ പലപ്പോഴും ഒച്ച വെക്കും. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ വീട് പോലെ കണ്ട് ആദരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ് പള്ളി. നമുക്കിതുമായി എപ്പോഴും ഒരു ബന്ധമുണ്ടായിരിക്കണം. പള്ളിയുടെ അടുക്കൽ കൂടെ പള്ളിയിൽ കയറാതെ നടന്നു പോകുന്ന ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് ഹദീസിൽ കാണാം. സാധാരണ നമ്മളൊക്കെ ചിലപ്പോ പള്ളിയുടെ അടുത്ത് താമസിക്കും, ജോലി ചെയ്യും, പലതും ചെയ്യാറുണ്ട്. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു നാട്ടിൽ ഒരു അറബി അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഒരു അമുസ്ലിമായ ഒരു അധ്യാപകനും ഇവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയിൽ സമീപത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ കയറി മൂത്രമൊഴിച്ചിട്ടാണ് ഈ മുസ്ലിം അധ്യാപകൻ കൂടെ പോകുന്നത്. അങ്ങനെ ഈ അധ്യാപകൻ സ്ഥലം മാറി വേറൊരു അധ്യാപകൻ വന്നു. ഇവർ രണ്ടുപേരും കൂടെ പതിവ് പോലെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇറങ്ങിയപ്പോ സാധാരണ മൂത്രമൊഴിക്കുന്ന പള്ളിയുടെ സ്ഥലത്തെത്തിയപ്പോ പുതിയ അധ്യാപകൻ പറഞ്ഞു, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാം. അങ്ങനെ ഇദ്ദേഹം പോയി നിസ്കരിച്ചിട്ട് വന്നു. അപ്പൊ ഈ അമുസ്ലിം അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങളുടെ മതം ഇത്ര വൃത്തികേടാണോ? ഇയാൾക്ക് കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സാറ് മൂത്രം ഒഴിച്ചിരുന്ന സ്ഥലമാണിത്, അവിടെയാണോ നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന്. ഈ സാധു മുസ്ലിമിന്റെ പണി കണ്ട് മനസ്സിലാക്കിയിരുന്നത് പള്ളി എന്ന് പറഞ്ഞാൽ ദിവസവും അവിടെ മൂത്രപ്പുരയുള്ളത് കൊണ്ട് മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് എന്നാണ്. ഇങ്ങനെയാണ് ഇന്ന് പല കാര്യങ്ങളെയും നമ്മൾ ദീനിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെയും മൂത്രപ്പുര പോലെ ആക്കിയത് കൊണ്ടാണ് അമുസ്ലിമീങ്ങളായ ആളുകൾ പലരും തെറ്റിദ്ധരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിന്റെ പള്ളിയിൽ കയറിയിട്ടില്ലാത്തവർ, മൂത്രപ്പുര മാത്രമാക്കിയവർ, വഴക്കിടാനും അടിയിടാനും കമ്മറ്റി കൂടാനും പ്രശ്നമുണ്ടാക്കാനുമുള്ള സ്ഥലമായി മാത്രം കണ്ടു നിൽക്കുന്ന ആളുകൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്ത് സമാധാനം പറയും? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ഏറ്റവും സുവർണമായ ഭരണകാലത്തിന്റെ നായകനായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീന പള്ളിയുടെ മുമ്പിൽ എണ്ണം പോലും കൃത്യമായി എഴുതി രേഖപ്പെടുത്താൻ പറ്റാത്ത അത്രയും സ്വർണത്തിന്റെ ആഭരണങ്ങളും നാണയങ്ങളും ഒക്കെ മുസ്ലിം ഭരണകൂടത്തിന്റെ ഖജനാവിന്റെ സമ്പത്തായി കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. വില കൂടിയ പട്ടിന്റെ വസ്ത്രങ്ങൾ കൊണ്ട് വിയർപ്പ് സഹാബാക്കൾ തുടച്ചിരുന്ന സമ്പന്നതയുടെ കാലഘട്ടത്തിലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ലോകത്തിന്റെ 60% വരുന്ന ഭൂപ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ താൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും പോയി കഴിയുമ്പോൾ തന്റെ കുപ്പായം മദീന പള്ളിയുടെ വെളിയിലെ ഈന്തപ്പന മരത്തിൽ ഊരി തൂക്കിയിട്ടതിനു ശേഷം ഒരു ചൂലുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കയറിയിട്ട് ആ പള്ളി വൃത്തിയാക്കുമായിരുന്നു. ഈ സാമ്രാജ്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ഭരണാധികാരി എന്ന് അറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത്, അള്ളാഹുവേ, നിന്റെ ഭവനത്തിന്റെ സേവകനായിരുന്നു ഈ ഉമർ എന്ന പേരിൽ ഉമർ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ചിന്തയോടുകൂടി സ്വന്തമായി ഒരു രാജ്യത്തിന്റെ ഒരുപാട് രാജ്യങ്ങളുടെ ഭരണാധികാരി ആയിരിക്കുമ്പോഴും ചൂലുമായി പള്ളി വൃത്തിയാക്കാൻ ഇറങ്ങിയിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാം. ഇപ്പോഴും ഈ സൗദി ഭരണാധികാരികളൊക്കെ ഹാദിമുൽ ഹറമൈനി ശരീഫൈൻ എന്നാണ് ഉപയോഗിക്കുന്നത്. രാജാവെന്നതിന് പകരം അള്ളാഹുവിന്റെ 2 ഹറമുകളായ മക്കയുടെയും മദീനയുടെയും പള്ളിയുടെ സേവകന്മാർ. അങ്ങനെ സേവകന്മാരായി കഴിഞ്ഞുകൂടാനാണ് നമ്മളെ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാതെ പള്ളി കമ്മിറ്റിക്കാരാണെങ്കിൽ പോലും പള്ളിയുടെ ഭരണാധികാരികളല്ല. അല്ലാഹു തആല ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, നബിയെ പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവാണ് അധികാരികളുടെ അധികാരി. തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അല്ലാഹു അധികാരം ചിലർക്ക് നൽകും, ചിലരിൽ നിന്ന് പിടിച്ചു മേടിക്കും. ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മാലിക്കുൽ മുൽക്ക്, ഷെഹിൻഷാ എന്ന അർത്ഥം വരുന്ന പേര് പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇന്ന് പല സ്ഥലങ്ങളിലും പള്ളി സേവിക്കാൻ വേണ്ടി കമ്മിറ്റി എടുക്കും, പക്ഷെ ഭരണാധികാരികളുടെ ഭരണാധികാരി എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു തആല തന്റെ ഭവനമാണ് വീടെന്ന് പറയുന്നു. ആ വീട് ഭരിക്കാൻ നമ്മൾ കുറെ ആളുകൾ അതിനുവേണ്ടി കോട്ടും തയ്ച്ച് നിൽക്കുന്നു. പള്ളിയുടെ ഉള്ളിൽ ഒറ്റ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നമ്മളുടെ സകല ശത്രുതയും
സകല രാഷ്ട്രീയവും അതിന്റെ വെളിയിലുള്ള സകല കാര്യങ്ങളും മാറ്റിവെച്ചതിന് ശേഷം മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്നൽ മസാജിദ ലില്ലാഹ്, ഒറ്റ രാഷ്ട്രീയമേ പള്ളിയിലുള്ളൂ, ഇതിന്റെ പൂർണ്ണ ഉടമസ്ഥൻ, പൂർണ്ണ അവകാശി അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്നവനെ നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ട് പോലും, നിങ്ങളുടെ അധികാരത്തിന്റെ ചൊവ വരുന്ന ഒരു നോട്ടം കൊണ്ട് പോലും പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനും നിങ്ങൾക്ക് അവകാശവും അനുവാദവും ഇല്ല എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രീയം മാത്രമേ പള്ളിയുടെ ഉള്ളിലുള്ളൂ. ഇന്ന് നമ്മൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാല് പല രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിന്നുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ അടിയാണ്, പള്ളിയുടെ ഉള്ളിൽ അടി നടക്കുന്ന കാഴ്ച നബിതങ്ങൾ പറഞ്ഞു. 15 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഈ 15 നടന്നാൽ ആകാശത്ത് നിന്ന് തീമഴ പെയ്യുന്നതിനെ, തീക്കാറ്റ് വീഴ്ചുന്നതിനെ, ഭൂമി കുലുക്കത്തിൽ നിങ്ങളെ എല്ലാവരെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെ, നിങ്ങളുടെ സകല സംവിധാനങ്ങളെയും തകിടം മറിച്ച് കളയുന്ന തരത്തിൽ ഈ പ്രകൃതി ശോഭിക്കുന്നതിനെ നിങ്ങൾ കാത്തിരിക്കുക. തസ്ബീഹയുടെ മാല പൊട്ടി 1 മണിക്ക് പിറകെ അടുത്ത മണി വരുന്നത് പോലെ ഇങ്ങനത്തെ അപകടങ്ങൾ നിങ്ങൾക്ക് വരും. ആ 15-ൽ ഒന്ന് മസാജിദ്, ഇത് അള്ളാഹുവിന്റെ വീടാണെന്ന ബോധ്യമില്ലാതെ തന്നെ അതിൽ ബഹളം വെക്കുക എന്നുള്ളതാണ്. നമ്മൾ പള്ളിയുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും, പള്ളിയിൽ എന്ത് പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും, ഇവിടെ സാധാരണ എന്നെക്കുറിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, എന്നോട് നേരിട്ട് പറയാറില്ലെങ്കിലും മറ്റു പലരോടും ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന്. അത് കൂടുതലും വെളിയിൽ നിന്ന് വരുന്ന ജമാഅത്തുകാരാണ് ഈ പാവ മോദീൻ ഉസ്താന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് പറയുന്ന കാര്യം മനസ്സിലാവില്ല. നിങ്ങൾ അവസാനം പകുതി വിഴുങ്ങിയിട്ട് പറയുന്ന ആ വാക്ക് മാത്രം എൻ്റെ അടുത്ത് വന്ന് പറയും. കുറെ നാൾ മുമ്പ് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു, പിന്നെ 2 ആഴ്ച മുമ്പ് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ BJP കാരനാണെന്നും പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഡെമോക്രസിയുടെ മെക്കാനിസത്തില് 3 പാർട്ടിയിലും ഒരുമിച്ച് അംഗത്വം നൽകുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയവും പള്ളിയുടെ ഉള്ളിൽ, പൊതുവെ മുസ്ലിം സമുദായം അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ മതവുമായി കൂട്ടിക്കലർത്താറില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം പറയുന്നതിന് പകരം മതം പറയുന്നത് കൊണ്ടാണ്. മതത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പം പലപ്പോഴും ചർച്ചയാകുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ സംസാരിക്കാറില്ല. ഈ ചർച്ച മീഡിയകള് കൊഴുപ്പ് കൂട്ടി അവതരിപ്പിക്കും. എന്നിട്ട് മതത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ പറയാൻ, സമൂഹത്തോട് പറയാൻ വേണ്ടി ഫസൽ കപൂറിനെയും MN കാരശ്ശേരിയും ഒക്കെ കൊണ്ടുവന്നിരുത്തും. ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ 15ഉം 20ഉം കൊല്ലം പഠിച്ചിട്ടും മറുപടി പറയാൻ ആലോചിക്കുന്ന വിഷയങ്ങൾ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയും. നബിതങ്ങൾ ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞു, റുവൈബിളത്ത് സംസാരിക്കും. സഹാബാക്കൾ ചോദിച്ചു, നബി അതെന്താണ്? അർഹതയില്ലാത്തവനൊക്കെ കയറി അഭിപ്രായം പറയും. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിലവിൽ വരുമ്പോ പിന്നെ മതത്തിന്റെ ഭാഗം ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറയേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോ ചില രാഷ്ട്രീയം പറയേണ്ടി വരും, ചില രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ പള്ളികൾ എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ നിലപാടുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ആ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കേന്ദ്രങ്ങളാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ ഞാൻ പറയുന്നതിനോട് എതിരായിരിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചതൊക്കെ ശരിയാകണമെന്നില്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. അത് നിങ്ങൾക്ക് പറയാം, എന്നോട് പറയാം. പക്ഷെ പരമാവധി ഈ പള്ളിയിൽ ഈ കസേരയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വെളിയിൽ പറയുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണമെന്ന ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. സാധാരണ ഉദാഹരണം പറയുന്നത്, നമ്മളൊക്കെ പണ്ട് മുതലേ ഈ PSC പരീക്ഷയ്ക്കും GK-ക്കും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചന്ദ്രനിൽ നിന്നാൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിലാണ്. ഞാനൊക്കെ അത് ഒരുപാട് GK പരീക്ഷകൾക്ക് എഴുതി മാർക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് 1939 മരിച്ചുപോയ റിച്ചാർഡ് ഹാലിബർട്ടൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാള് 1938 എഴുതിയ ദ സെക്കൻഡ് ബുക്ക് ഓഫ് മാർവലസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇതിലാണ് പുള്ളി ചൈനയിൽ ഒരു സാഹസിക യാത്രികനായി പോയി ഇത് കണ്ട് അത്ഭുതപ്പെട്ട് എഴുതിയതാണ്. പക്ഷെ മനുഷ്യർ ചന്ദ്രനിൽ പോകണമെന്ന് ആലോചിക്കുന്നത് തന്നെ 1960 ജോൺ എഫ് കെന്നഡി അമേരിക്കയിൽ പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. 1969 ആദ്യമായി ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോകുന്നത്. പക്ഷെ 39 അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അത്ഭുതം തോന്നി ഒരു വാക്ക് എഴുതി വെച്ചു. നമ്മുടെ നാട്ടിലെ PSCക്ക് പരീക്ഷ ഇട്ട ഏതോ സാറിന്റെ കയ്യിൽ ഈ പുസ്തകം കിട്ടി, പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. നമ്മളൊക്കെ പഠിച്ചു വെച്ചു. ഇതുപോലെ നമ്മൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നതൊക്കെ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അങ്ങനത്തെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, എനിക്കത് തിരുത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ രാഷ്ട്രീയം
അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞാൻ എന്റെ തലച്ചോറ് തൽക്കാലം കൊണ്ടുവന്ന് പണയം വെച്ചിട്ടില്ല. പള്ളിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പൊതുവെ ഇന്ന് വലിയ തരത്തിൽ മുസ്ലിം വിരുദ്ധതയും വിദ്വേഷവും ഒക്കെ രാഷ്ട്രീയ മൈലേജിന് വേണ്ടി പറയുകയും അതിനെ നിസ്സംഗമായി നമ്മളുടെ സർക്കാരും സംവിധാനങ്ങളും ഒക്കെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ഇന്ത്യ ഇന്ന് ഇന്ത്യയായി നിലനിൽക്കാൻ കാരണക്കാരനായ, പട്ടിണി രാജ്യമായിരുന്ന, കലാപ കലുഷിതമായിരുന്ന, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ചു കൊണ്ടുപോയ ഒരു രാജ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടി തന്റെ ജീവൻ മാറ്റിവെച്ച നെഹ്റുവിനെ കുറിച്ച് പച്ചയായ വർഗീയതകളും വിവരക്കേടുകളും കേരളത്തിൽ പ്രസംഗിച്ചിട്ട് ആഴ്ചകളായി. ഒരു പ്രശ്നവുമില്ലാതെ നടക്കുന്നു. എന്നിട്ട് നെഹ്റു മുസ്ലിമാണ് എന്നും പറഞ്ഞു വെച്ചു. ഇനി ഗാന്ധി കൂടെയുള്ളൂ, കുറച്ചുകൂടെ എളുപ്പം ഗാന്ധിയായിരുന്നു. കാരണം ഈ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇടുന്ന ഇഹ്റാമിന്റെ വസ്ത്രം, അതുപോലത്തെ വസ്ത്രമാണ് ഗാന്ധി ഇട്ടിരിക്കുന്നത്. ഇനി ഗാന്ധിയെ കൂടെ പറയാനുള്ളൂ, ഹജ്ജിന് പോകുന്ന ഹാജിമാരിടുന്ന അതേ ഡ്രസ്സാണ് ഗാന്ധിയും ഇടുന്നത്, അതുകൊണ്ട് ഗാന്ധിയും കൂടെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം സംഘടനകളിൽ നേതാക്കന്മാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ. പല സംഘടനകളുടെയും പരിപാടികൾ നടന്നാൽ പന്തലിനേക്കാൾ കസേര സ്റ്റേജിലിടേണ്ട അവസ്ഥയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ മൈലേജിന് വേണ്ടി മതകാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്കിത് പറയേണ്ടി വരുന്നത്. അല്ലാതെ പള്ളിയുടെ ഉള്ളിൽ ഒറ്റ രാഷ്ട്രീയം, അന്നൽ മസാജിദ ലില്ലാ, പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ ആദരിക്കാനും ആ പള്ളിക്ക് വേണ്ടി ജീവിച്ചു മരിക്കാനും നാളെ നമ്മൾ മരിച്ചതിന് ശേഷവും ഈ പള്ളിയുടെ നന്മകൾ നമുക്ക് ലഭിക്കുന്ന തരത്തിൽ അള്ളാഹു തആല നാം ഓരോരുത്തരെയും സ്വീകരിക്കുമാറാകട്ടെ.